അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ ഉപകാരപ്രദമായ ആത്മീയ ഒറ്റമൂലി പറയാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ടിപ്സ് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്. നോമ്പ് നോൽക്കുന്നവർക്ക് സ്വാഭാവികമായും ക്ഷീണവും ദാഹവും തളർച്ചയും വിശപ്പും ഉണ്ടാകും. പ്രത്യേകിച്ച് ചൂട് കൂടുതലായതിനാൽ മേൽ പറഞ്ഞതെല്ലാം വർദ്ധിക്കും. നോമ്പിന് അമിത ക്ഷീണവും തളർച്ചയും ദാഹവും അലട്ടാതെ ധാരാളം ഇബാദത്ത് ചെയ്യാൻ ശരീരത്തിന് ഖുവ്വത്ത്, ശക്തി കിട്ടലാണ് ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. അമിത തളർച്ച വന്നാൽ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നമ്മെ അകറ്റി ഉറങ്ങുന്നവരും മടിയന്മാരും ആക്കും. അതില്ലാതിരിക്കാനാണ് ഈ വീഡിയോ ഈ സമയത്ത് ചെയ്യുന്നത്. 2-3 പോസിറ്റീവ് കമന്റ് വായിക്കാം. ഉസ്താദേ, ഇത് എപ്പോ ചൊല്ലി നോമ്പ് എടുത്താലും പടച്ചോന്റെ സഹായം കൊണ്ട് ആ നോമ്പ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോമ്പ് പൂർത്തിയാക്കാൻ ഇന്ന് വരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കമന്റ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ ഇതുപോലെ ചൊല്ലി ദുആ ചെയ്തു, നോമ്പെടുത്തിട്ട് ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ ഇബാദത്ത് എടുക്കുവാനും കഴിഞ്ഞു. ഇത് കണ്ട മുതൽ ഞാനും ചൊല്ലി അൽഹംദുലില്ലാഹ്. നല്ല ഉന്മേഷവും ഉത്സാഹവും എനിക്ക് അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് പേരുടെ കമന്റ് ഉണ്ട്. കൂടുതൽ പറയുന്നില്ല. ശരീരത്തിന് ക്ഷീണവും ദാഹവും വിശപ്പും അനുഭവപ്പെടാതിരിക്കാൻ, നല്ല ഉന്മേഷവും ഉത്സാഹവും നമുക്ക് ഉണ്ടാകാൻ താഴെ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യുക. മുജറബാത്തു ദൈറബി എന്ന കിതാബിൽ മഹാനായ ഷെയ്ഖ് അഹ്മദ് ദൈറബി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട യാ സ്വമദ് യാ അല്ലാഹ്, യാ സ്വമദ് യാ അല്ലാഹ്, യാ സ്വമദ് യാ അല്ലാഹ്. നിരാശ്രയൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ പതിവായി ചൊല്ലി വന്നാൽ വിശപ്പും ദാഹവും അകലും, ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയും. മുൻകഴിഞ്ഞു പോയ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിയിരുന്ന ദിക്റാണിത്. ആരെങ്കിലും യാ സ്വമദ് യാ അല്ലാഹ് എന്ന ഇസ്മ 134 തവണ ചൊല്ലിയാൽ വിശപ്പിന്റെ ആധിപത്യം ഇല്ലാതെയാകും. രണ്ടാമത്തെ കാര്യം പറയാം. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുന്നതാണ്. അതിരാവിലെ സുബ്ഹിക്ക് ശേഷം 1 അതിലധികമോ ഓതി കൈകളിൽ ഊതി മന്ത്രിച്ചു മുഖത്തും വയറ്റത്തും തടവുക. എന്നാൽ ആ ദിവസം വിശപ്പും ദാഹവും അവനെ അലട്ടില്ല. പ്രിയമുള്ളവരെ, അതിനാൽ സുബ്ഹ് നിസ്കാര ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി മുഖത്തും വയറ്റത്തും തടവുക. ശേഷം യാ സ്വമദ് യാ അല്ലാഹ്, യാ സ്വമദ് യാ അല്ലാഹ് എന്ന ഇസ്മ 134 തവണ ചൊല്ലി ദുആ ചെയ്യുക. ചെയ്തു നോക്കുക. എല്ലാവരും കമന്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.